ഹായ് ഹലോ വെൽക്കം ബാക്ക് മന്ന കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. നല്ല കിരികിരാന്ന് ക്രിസ്പി ആയിട്ടിരിക്കുന്ന നല്ല ചൂടോട് കൂടിയിട്ടുള്ള മുട്ട പപ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ വെറും 25 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു മുട്ട പപ്സ് റെഡിയാക്കി എടുക്കാം. അത് നല്ല ലെയറുകളോടുകൂടി നമ്മുടെ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടെക്സ്ചറിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ട പപ്സ് റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഗ്രേവി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് ചൂടായപ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കൂടെ തന്നെ നമുക്ക് 2 പച്ചമുളകും ചോപ്പ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാവേ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കാനെടുക്കുന്ന പപ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് സവാളയുടെ എണ്ണത്തിൽ മാറ്റം വരുത്താം കേട്ടോ. ഇപ്പോൾ ഞാൻ 10 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 4 സവാള എടുത്തത്. ഇനി കുറച്ചൊക്കെ ഉണ്ടാക്കുന്നതുണ്ടെങ്കിൽ അത്രയും കുറച്ച് സവാള എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് മുട്ടയൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ 10 പപ്സ് ആയതുകൊണ്ട് ഞാനിവിടെ 5 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തിളച്ച് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് വഴണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമ്മൾ ആദ്യം 4 സവാള ഇട്ടപ്പോൾ പാത്രം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വഴണ്ട് വന്ന സമയത്ത് അതങ്ങ് കുറച്ചായി പോയി, അതുകൊണ്ടാണ് ഞാൻ 4 സവാള എടുത്തത്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും പൊടികൾ ചേർത്തിട്ട് പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഇവിടെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു മീഡിയം സൈസിലുള്ള തക്കാളി, അധികം പുളിയില്ലാത്ത തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമുക്ക് ഈ ഒരു മസാലയിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള വഴറ്റാനിട്ട സമയത്ത് ഇട്ടിരുന്ന ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട. വെള്ളം ഒന്ന് ചെറുതായിട്ട് ഒന്ന് തളിച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. തണുത്ത് വന്നതിന് ശേഷം നമുക്ക് പപ്സ് റെഡിയാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. ഇന്ന് നമ്മളിവിടെ ഒരു പപ്സ് റെഡിയാക്കാൻ പോകുന്നത് റെഡിമെയ്ഡ് പഫ് പേസ്ട്രി ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ മുട്ട പപ്സിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീട്ടിൽ തന്നെ മൈദയൊക്കെ വെച്ചിട്ട് പേസ്ട്രി ഷീറ്റ് റെഡിയാക്കി എടുക്കുകയാണ് ചെയ്തത്. അത് ഒരുപാട് സമയം എടുക്കും, അതുപോലെ ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ പലർക്കും അത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നല്ല ക്ഷമയും വേണം. ഇതുപോലെ നമുക്ക് റെഡിമെയ്ഡായിട്ട് പപ്സിൻ്റെ പേസ്ട്രി ഷീറ്റ് കിട്ടുവാണെങ്കിൽ കാപ്പിയൊക്കെ കുടിക്കുന്ന കുറച്ച് സമയത്തിന് മുമ്പ് ഉണ്ടാക്കി വെച്ചാൽ നല്ല കിരികിരാ നല്ല ക്രിസ്പിയായിട്ട് നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഞാൻ വാങ്ങിയിരിക്കുന്നത് കേക്കിൻ്റെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഈസി ബേക്കേഴ്സ് തൊടുപുഴയിൽ നിന്നാണ്. ഇപ്പോൾ ഒട്ടുമിക്ക നമ്മൾ കേക്കിൻ്റെയൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പിലും ഈ ഒരു പപ്സിൻ്റെ പേസ്ട്രി ഷീറ്റ് ഉണ്ടാവും. ഇതിൽ 10 എണ്ണമാണുള്ളത്. 100 രൂപയാണ് വില വരുന്നത്. ഇനി ഇതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അതിൽ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഷീറ്റ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഫ്രീസറിലാണ്. നമ്മൾ പപ്സൊക്കെ റെഡിയാക്കുന്നതിന് ഒരു 30 മിനിറ്റ് മുമ്പ് പുറത്തേക്ക് എടുത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി ഇതുപോലെ ഷീറ്റ് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നടുവിലായിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രേവി ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു മുട്ടയുടെ പകുതിയും കൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതിൻ്റെ സൈഡിൽ വെള്ളം തേച്ചിട്ട് ഒട്ടിക്കാമെന്നായിരുന്നു. പക്ഷെ അങ്ങനെ തേച്ചിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അത് വീഡിയോയിൽ ചെയ്തിട്ടില്ല. വെള്ളം തേച്ചിട്ട് ഒട്ടിച്ചിട്ട് വിട്ടു പോകുമായിരുന്നു, നിന്നില്ല. അപ്പോൾ ഞാൻ മൈദയും കുറച്ച് വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് തേച്ച് കൊടുത്തിരിക്കുന്നത്. നല്ല വലിച്ച് തന്നെ ഒട്ടിച്ച് കൊടുക്കാവേ. പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ 6 ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി 4 കൂടെ ഉണ്ട്. ഞാനിവിടെ ചെറിയ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ഇത് ബേക്കായി വന്നതിന് ശേഷം നമുക്ക് ബാക്കി 4 കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു മുട്ട ഫോർക്ക് വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേക്കായി വരുന്ന സമയത്തിന് പപ്സിന് നല്ല ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പപ്സിന് മുകളിലായിട്ട് ആ മുട്ടയൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആ ഒരു കവറിലെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിൽ 200 തൊട്ട് 220 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 25 മിനിറ്റ് ബേക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കറക്റ്റ് ആ സമയം കൊണ്ട് തന്നെ ബേക്കായി കിട്ടി. ചിലപ്പോൾ ഓരോരുത്തരുടെയും ഓവൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ചൊക്കെ സമയം മാറ്റം വരും. ആ കാര്യം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പിന്നെ ഓവൻ ഇല്ലാത്തവർക്ക് നമുക്ക് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ സോസ് പാനും കുക്കറും ഒക്കെ ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം ഒരു തട്ടൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ പപ്സ് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബേക്ക് ആയതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പപ്സ് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ ആ ഗോൾഡൻ കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ബേക്കിംഗ് ഷോപ്പിൽ പോകുമ്പോൾ പപ്സിൻ്റെ പേസ്ട്രി ഷീറ്റ് ഉണ്ടെങ്കിൽ വാങ്ങിയിട്ട് വീട്ടിൽ ഉണ്ടാക്കി നോക്കി ഇതുപോലെ ചൂടോടെ നല്ല കിരികിരാന്നിരിക്കുന്ന പപ്സ് സോസൊക്കെ കൂട്ടി കാപ്പിയുടെ കൂടെയും ചായയുടെ കൂടെയൊക്കെ കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ചൂടോട് ചിലപ്പം ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ചൂടൊന്നും ഇല്ലെങ്കിൽ തണുത്തൊക്കെയാണ് കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.